ലോകത്തിലെ ഒരു ബാലൻസിങ് പവറായിട്ട് ഇന്ത്യ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാലൻസിങ് പവർ ആണ് ഇന്ത്യ എന്ന് വെറുതെ പറയുന്നതല്ല. ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് അത്രത്തോളം ഉണ്ട് എന്നത് ഇന്ന് അമേരിക്കയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ സമ്മതിക്കുന്ന ഒന്നാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ പോലും സൗദി അറേബ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായിട്ട് ഒരു കപ്പല് സുരക്ഷിതമായിട്ട് മുംബൈ തുറമുഖത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇറാനും അമേരിക്ക ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച സമുദ്രപാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്ക് ഒരു കപ്പൽ എത്തുന്നത്. ഇവിടെ രണ്ട് രീതിയിലാണ് ഈ കപ്പൽ സഞ്ചരിച്ചത്. ഒന്ന്, ഇറാനുമായിട്ട് ഇന്ത്യ ഓൾറെഡി നയതന്ത്ര തലത്തിൽ ഈ കപ്പലിന്റെ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട്, ഒരു പ്ലാൻ ബി കൂടി ഈ കപ്പലിന് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യ ഈ കപ്പലിനെ നമ്മുടെ മുംബൈ തുറമുഖത്ത് എത്തിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹോർമുസ് കടലിടുക്കിനെ ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇപ്പോഴത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ വീതി കുറഞ്ഞ, ഇറാന് വലിയ നിയന്ത്രണമുള്ള ഒരു കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്കൻ അനുകൂല കപ്പലുകൾ, ഇതിലേക്ക് കടന്നുപോയ എല്ലാ കപ്പലുകളെയും ഇറാൻ ആക്രമിക്കുകയും ഇതുവഴി കപ്പലുകൾക്കുള്ള സഞ്ചാരം നിഷേധിക്കുകയും ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായിട്ട് അടച്ചിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ എണ്ണവില ഉയരുന്നതിനൊക്കെ കാരണമായിരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്കും ആദ്യം ഈ ഒരു പാതയിലൂടെ കടന്നു പോകാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കപ്പൽ നമ്മുടെ മുംബൈ തുറമുഖത്തേക്ക് എത്തിയത്. എങ്ങനെയാണ് കപ്പലിന്റെ യാത്ര, എന്തൊക്കെയാണ് തന്ത്രങ്ങൾ അതിന്റെ പുറകിൽ ഇന്ത്യ ഉപയോഗിച്ചത്? നയതന്ത്ര തലത്തിലുള്ള ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. 2 ദിവസം മുമ്പ് UAE ഒഫീഷ്യൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫോൺ കോൾ പോലും ഈ യുദ്ധം നിർത്താൻ കഴിയുന്ന ഒന്നാണ്. അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇന്ത്യക്കുണ്ട്. പക്ഷെ ഇന്ത്യ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇരിക്കുക. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ അനുമതിയോടെയാണ് ഷെല്ലോങ് സൂയസ് മാക്സ് എന്ന് പറയുന്ന ഒരു കപ്പല് ഇന്ത്യൻ തുറമുഖത്തേക്ക്, മുംബൈയിലേക്ക് എത്തിയത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാൻ ഈ കപ്പലിന് അനുമതി നൽകിയിരുന്നതായിട്ട് മുംബൈ പോർട്ട് ട്രസ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചു എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ താല്പര്യമുള്ള കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാൻ സമ്മതമാണ് എന്ന് ഇറാൻ അറിയിക്കുന്നത്. അതേസമയത്ത് ഇറാന്റെ അനുവാദം ഇല്ലാതെ കടന്നുപോയ കപ്പലുകൾക്ക് നേരെ എല്ലാം തന്നെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോ ചർച്ചയിൽ ഇറാന് ഇന്ത്യ അനുമതി നൽകുന്നു, ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് പറയുന്നു. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ടും ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ ഈ ഒരു വാക്കിന്മേൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യക്ക് ഒരു പ്ലാൻ ബിയും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു പാതയിലൂടെ ഒരു കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ കൂടി ഇന്ത്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഏറ്റവും അപകടം പിടിച്ച ഭാഗത്തെത്തിയ സമയത്ത് കപ്പൽ അതിന്റെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ AIS ഓഫ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനെ പൊതുവെ ഗോയിങ് ഡാർക്ക് എന്നാണ് വിളിക്കാറ്. മാർച്ച് 8-നാണ് ഇത്തരത്തിൽ സിഗ്നലുകൾ മറച്ചുവെച്ച് കപ്പൽ യാത്ര തുടരുന്നത്. അതിനുശേഷം ഇവിടുത്തെ അപകട മേഖല പിന്നിട്ട് കഴിയുമ്പോഴാണ് ഈ ഒരു കപ്പൽ വീണ്ടും സിഗ്നല് ലഭ്യമാക്കുന്നത്. മുംബൈയിലെ ജവഹർ ദ്വീപ് ടെർമിനലിലേക്കാണ് ഈ കപ്പൽ എത്തുന്നത്. കപ്പലിന്റെ ക്യാപ്റ്റൻ ഇന്ത്യക്കാരനായതും ഇന്ത്യയിലേക്കുള്ള ചരക്കായതും ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാട് ലഭിക്കുവാനും കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ കാരണമാണ് യുദ്ധ സാഹചര്യത്തിലും ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് എത്താനായിട്ട് കഴിഞ്ഞത്. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യ ഒരു ബാലൻസിങ് പവറായിട്ടും അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഫ്രണ്ടായിട്ടും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു മധ്യസ്ഥ ശക്തിയായിട്ടുമൊക്കെ അതുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുമായും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ. ഇവിടെ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒന്നുമില്ലാത്ത ഒരു കരുത്ത് ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. പല രാജ്യങ്ങൾക്കും ഇടയിൽ പരസ്പര വിശ്വാസമില്ല. എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ വിശ്വസിക്കാൻ തയ്യാറുമാണ്. ഇപ്പോ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും ഒരുപോലെ സൗഹൃദ ബന്ധം പുലർത്തുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ടാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യൻ കപ്പലിന് സുരക്ഷിതമായിട്ട് കടന്നു പോകാനുള്ള അനുമതി ലഭിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും സമാധാന ചർച്ചകൾക്കായിട്ട് ഇരുപക്ഷവും ഇന്ത്യയുടെ സഹായം തേടിയിരുന്നു.
അതായത് ഇന്ത്യ കേവലം ഒരു സൈനിക ശക്തി മാത്രമല്ല, ലോകത്തെ സാമ്പത്തികമായും നയതന്ത്രപരമായും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരതയുള്ള ശക്തിയാണ് ഇന്ത്യ. ഒരു വശത്ത് യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്ന ഇന്ത്യയെ ലോകം ഇന്ന് ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. മുൻകാലങ്ങളിൽ ഗ്ലോബൽ ഇഷ്യൂസിലുള്ള ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് താരതമ്യേന കുറവായിരുന്നുവെങ്കിൽ സമീപകാലത്തായിട്ട് അത് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൾട്ടി അലൈൻമെന്റ് ആണല്ലോ. നേരത്തെ നമ്മൾ ചേരിചേരാ നയമായിരുന്നുവെങ്കിൽ നോൺ അലൈൻമെന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് മൾട്ടി അലൈൻമെന്റ് ആണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഒരു നയം എന്ന് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. ഇറാനിലെ ചാബഹാർ തുറമുഖം വികസിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യക്ക് അവർ നൽകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഇസ്രയേലിന്റെ അമേരിക്കയുടെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് പ്രത്യേക ഇളവുകൾ തരാനായിട്ട് ഇറാൻ നിർബന്ധിതമാവുന്നത്. ഇനി പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് ഇസ്രയേൽ. ഇസ്രയേലിനെ പല ആപത്ഘട്ടങ്ങളിൽ ഇന്ത്യയും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വിശ്വസിക്കുന്നതിന് ഇസ്രയേലിന് ഒരു തടസ്സമല്ല. ഈ ഹോർമുസ് കടലിടുക്കില് അമേരിക്കയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കപ്പൽ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും ഇസ്രയേലോ അമേരിക്കയോ ഒരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയിലേക്ക് പോവില്ല. ഇറാനെ പ്രൊവോക്ക് ചെയ്യാനോ ആ സമയത്ത് യുദ്ധം ചെയ്യാനോ ശ്രമിക്കുകയില്ല. കാരണം അവർ കണ്ണടയ്ക്കും. എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സപ്പെടരുത് എന്ന് ഒരു പരിധിവരെ അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും അത് ആവശ്യമാണ്. അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ആ വിധത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ ഈ തരത്തിൽ ഇന്ത്യ ഒരു മേജർ ഗ്ലോബൽ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായിട്ട് എത്തുമ്പോൾ അത് ഓപ്പറേഷൻ സങ്കൽപ്പാണ്. വെറുമൊരു നയതന്ത്രം മാത്രമല്ല, സൈനികമായിട്ടുള്ള ഒരു സുരക്ഷാ കവചം കൂടി ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേന പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിലും നിരന്തരം പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് കടന്നുപോകാൻ നാവികസേന നൽകുന്ന ഈ ഉറപ്പാണ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ മധ്യസ്ഥ ശക്തിക്ക് മാറ്റുകൂട്ടുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ ഒരു ബാലൻസിംഗ് പവർ ആകുന്നത് വെറുതെയല്ല. കൃത്യമായ സാമ്പത്തിക താല്പര്യങ്ങളും ശക്തമായ സൈനിക നയതന്ത്ര നീക്കങ്ങളും അതിന്റെ പുറകിലുണ്ട്. ഇന്ത്യയെ പോലെ ഒരു ശക്തിയെ കൂടി പിണക്കാനായിട്ട് ലോക രാജ്യങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ചൈന ആണെങ്കിൽ പോലും ഇന്ത്യയെ പിണക്കുന്നതിനെ കുറിച്ച് ഇന്ന് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ആ തരത്തിൽ ഇന്ത്യക്ക് ഇന്നൊരു ആഗോള സ്വാധീനമുണ്ട്. ഇന്ത്യ ആ വിധത്തിൽ ഇന്ന് വളർന്നിരിക്കുന്നു. ഇന്ന് ഗ്ലോബൽ ഇഷ്യൂസിൽ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ്, ഇൻഫ്ലുവൻസ് ഇതെല്ലാം അത്രത്തോളം ശക്തമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തെ പിണക്കാതെ ആ രാജ്യവുമായിട്ട് സൗഹൃദത്തിൽ പോകാൻ തന്നെയായിരിക്കും മേജർ ശക്തികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പരിശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.